കുട്ടി എന്ന് പറയാം, രണ്ടാൾ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്തൊരു എന്താ പറയുക അമ്മയും മോളും ഡാൻസ് രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യണത്. അപ്പോൾ ഇതാണ് അമ്മ, അതേപോലെ ഇതാണ് മോള്. പഞ്ചാബിൽ അവിടെ നിന്നല്ലേ പഠിക്കാൻ തുടങ്ങി? പഞ്ചാബിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയത്. കുറച്ച് വർഷങ്ങളായി മോള് പഠിക്കാൻ തുടങ്ങിയിട്ട്, ചെറിയ കുട്ടിയാകുമ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇതാണ് അതുല്യ. അതിലിപ്പോൾ എത്രയും കുറച്ചായില്ലേ ഒരു വർഷം കഴിഞ്ഞ്? ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നെയേ ഉള്ളൂ അല്ലേ? അതുല്യ എത്ര ഡാൻസാണ് കളിക്കുന്നത്? 4. അപ്പോൾ രാജിപ്പോൾ എത്രയായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷത്തിൻ്റെ അടുത്താവാറായി അല്ലേ? അപ്പോൾ നമ്മൾ പറ്റണ പോലെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ 2 വർഷത്തോളമായി രാജു പഠിക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തട്ടടവ് സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക ചെയ്തിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. നമ്മുടെ ഓൺലൈൻ പഠിക്കുന്ന കുറച്ച് കുട്ടികളുടെ അരങ്ങേറ്റമാണ് വരുന്നത്. അപ്പോൾ ജൂണിലാണ് നമ്മുടെ കുട്ടികളുടെ അരങ്ങേറ്റം വരുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് 2 മാസം മുന്നേ വന്ന് ബുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ വന്നിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. രാവിലെയാണ് കുട്ടികൾക്ക് സ്റ്റേജ് കിട്ടിയിരിക്കുന്നത്. രാവിലെ ഒരു 9:30-ക്കുള്ള സ്റ്റേജാണ്, 11 മണി വരെയുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. ഇവരെല്ലാവരും എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്. കഴിഞ്ഞ നമ്മുടെ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അത് ഒരു ചേച്ചിയുടെ സിംഗിളായിട്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ആ ചേച്ചിനെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അന്നൊരു 100 പേരുടെയൊക്കെ അടുത്തുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്നും ഒരു 50 ആളുകൾക്ക് മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിട്ടുമല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നറുക്കെടുത്ത് മാത്രമാണല്ലോ സ്റ്റേജ് കിട്ടുന്നത്. അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടി. നമുക്ക് എല്ലാ പ്രാവശ്യം വന്ന് മടങ്ങി പോകേണ്ട ഒരു ഇത് വന്നിട്ടില്ല. ഇന്നേ വരെ എല്ലാ പ്രാവശ്യവും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഭഗവാൻ തരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒരു ശനിയാഴ്ച ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരങ്ങേറ്റത്തിൻ്റെയൊക്കെ വീഡിയോകളായിട്ട് കാണാം. നമസ്കാരം, എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. എൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ നമ്മുടെ അരങ്ങേറ്റത്തിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ റിഹേഴ്സൽ നമ്മൾ തലേ ദിവസം ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു 2 മാസം മുന്നേ വന്ന് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതേപോലെ ഇത് ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റമാണ്. 5 പേര് ഓൺലൈനും 1 കുട്ടി ഓഫ്ലൈനുമാണ് വരുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ 5 പേര് എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പല സ്ഥലങ്ങളിലായി പഠിക്കുന്നവരാണ്. അതിൽ ഒരാൾ അമ്മയും മോളും ഉണ്ട്. പിന്നെ അതേപോലെ ഒരാൾ ഞങ്ങളുടെ ബ്രദറിൻ്റെ മോളാണ്, നമ്മുടെ കൂടെ തന്നെയുള്ള കുട്ടിയാണ്. അപ്പോൾ മോളിനെയും കൂടി നമ്മൾ ഈ ഓൺലൈൻ അരങ്ങേറ്റത്തിൻ്റെ കൂടെ അരങ്ങേറ്റം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരൊക്കെ ഒന്ന് ഞാൻ പറയുന്നുണ്ട്. അതുല്യ ഇപ്പോൾ പഠിക്കുന്നത്, അതുല്യയുടെ വീട് ശരിക്കും കോഴിക്കോടാണ്. പക്ഷേ അതുല്യ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ബീഹാറിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ അരങ്ങേറ്റത്തിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത മോളുടെ പേര് നിരഞ്ജന എന്നാണ്. നിരഞ്ജന പത്തനംതിട്ടയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ അമ്മയും മോളും ആണുള്ളത്, നിത്യ, വൈക. ഇവർ രണ്ടാളും ബാംഗ്ലൂരിൽ നിന്നാണ് ഉള്ളത്. അടുത്തത് രാജിയാണ്. രാജി നമ്മുടെ ഗുരുവായൂരിൻ്റെ തൊട്ടടുത്തുള്ള കുന്നംകുളം, അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ അടുത്ത് പഠിക്കുന്ന, അതും ഓൺലൈനായിട്ട് പഠിക്കുന്ന ഒരു 5 കുട്ടികളുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് മറ്റെല്ലാ കുട്ടികളുടെ അരങ്ങേറ്റം ചെയ്യുന്ന പോലെ തന്നെ സാരി വാങ്ങിച്ച് ആണ് നമ്മുടെ ഭരതനാട്യം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാരികളൊക്കെ കല്യാണിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ട് സാരി എടുത്തിട്ടാണ് കുട്ടികൾക്ക് ഭരതനാട്യം ഡ്രസ്സ് അടിക്കാറ്. ഈ കളർ വരുന്നത് നമ്മുടെ അടുത്ത് നിത്യ, ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു നിത്യയുണ്ട്. നിത്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതെടുത്തത്. ഇതിന് തൊട്ടിരിക്കുന്നത് നിത്യയുടെ മകളും ഡാൻസ് കളിക്കുന്നുണ്ട്, വൈകയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കളറ്. അടുത്തത് ഇത് രാജി ഇവിടെ തൃശ്ശൂരിൽ നിന്നുള്ള കുട്ടിയാണ്. പിന്നെ അതേപോലെ ഇത് നിരഞ്ജന പത്തനംതിട്ടയിലുള്ള മോളാണ്. ഇത് വരുന്നത് അതുല്യക്കുള്ളതാണ്. അതുല്യ നമ്മുടെ ഇവിടെ കോഴിക്കോടുള്ള കുട്ടി തന്നെയാണ്. നമുക്ക് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അളവ് കൊടുക്കണം. അപ്പം നമ്മൾ കുട്ടികളുടെ അളവ് വാങ്ങി ഇതേപോലെ നമ്മൾ അളവൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിലേത് കുട്ടിക്ക് ഏത് കളർ സാരിയാണോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ കളർ സാരീൻ്റെ കളർ നമ്മൾ അതിലോട്ട് ഫോട്ടോ കൊടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറ്. കാരണം പല കളറാവുമ്പോൾ മാറിപ്പോവരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ഏകദേശം ഉള്ളൊരു അളവാണ്. കാരണം പലരും പല സ്ഥലത്തും അളവെടുക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയയിലുള്ളൊരു അളവാണ് പറയാറ്. ഇന്ന് ഇവർക്ക് അടിച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റ് അളവായിരിക്കും. പിന്നെ അവരൊക്കെ സ്ഥിരമായിട്ട് അടിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് ഞങ്ങളിനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ വാങ്ങിച്ച സാരി അത് നമ്മുടെ ഭരതനാട്യം ഡ്രസ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയതാണ്. ഇതാണ് നമ്മുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ എടുത്ത കളറുകളാണ്. ആദ്യം നമുക്ക് വൈഗ എന്നുള്ളൊരു മോളുടെ ഡ്രസ്സ് കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ വൈഗയുടെ ഡ്രസ്സിൻ്റെ കളറ് വരുന്നത്. അപ്പോൾ ഇവിടെ ബ്ലൗസ് ഗ്രീൻ ആയിട്ടാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഭാഗമാണിത്. അതിൻ്റെ കളർ ദേ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ചെറിയ ഫാനാണ്. അതിൻ്റെ കളറ് അതിനോട് മാച്ചായിട്ടുള്ള കളർ തന്നെയാണ്. ഇത് നമ്മുടെ ബാക്ക് സീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ കളർ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാൻറ്റിൻ്റെ കളർ ഈ കളറാണ് പാൻറ്റ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ഞൊറിയുള്ള ഭാഗമാണ് അത്. ഇതാണ് കളറ്. അടുത്തത് നമ്മുടെ നിത്യയുടെ ഡ്രസ്സ് നമുക്ക് കാണാം. ഇതാണ് നിത്യയുടെ ബ്ലൗസ് വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ചെറിയ ഫാനാണിത്. ഇനി നമ്മൾ ബാക്ക് സീറ്റായിട്ട് ഉള്ളതാണ്. ഇതാണ് പാൻറ്റിൻ്റെ കളർ വരുന്നത്.
ഇനി അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഞൊറിയാണ്. ഇതാണ് കളറ്. അടുത്തത് രാജിയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് രാജിയുടെ ഡ്രസ്സിൻ്റെ കളറ് വരുന്നത്. ഇതാണ് ബ്ലൗസ്. അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളത് ഈ കളറിലാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ഫാനാണ്. അതുപോലെ നമ്മുടെ ബാക്ക് സീറ്റായിട്ട് വരുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ പാൻ്റാണ്. പാൻ്റ് ഈ കളർ തന്നെയാണ് വരുന്നത്. ഇനി എൻ്റെ ഫ്രണ്ടിലുള്ള ഞൊറിയാണ്. ഇതാണ് വരുന്നത്. അടുത്തത് നമുക്ക് അതുല്യയുടെ ഡ്രസ്സിൻ്റെ കളറ് കാണാം. നമ്മൾ ഇതെല്ലാം കല്യാണിൽ നിന്നാണ് സാരികൾ എടുത്തിട്ടാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തത്. ഇതാണ് അതുല്യയുടെ ബ്ലൗസ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളത്. ഇത് നമ്മുടെ ചെറിയ ഫാനായിട്ടുള്ളതാണ്. ഇത് ബാക്ക് സീറ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ കളറ്. അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളത് ഇതാണ്. അടുത്തത് നിരഞ്ജന എന്നുള്ള മോളുടെ ഡ്രസ്സാണ്. അപ്പം അതിൻ്റെ കളറ് നമുക്ക് കാണാം കേട്ടോ. ഇതാണ് മോളുടെ ബ്ലൗസിൻ്റെ കളറ് വരുന്നത്. ഇതതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗമാണ്. പിന്നെ നമ്മുടെ ചെറിയ ഫാനായിട്ട് വരുന്നതാണ്. ഇത് ബാക്ക് സീറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതാണ് പാൻറ് വരുന്നത്. അതുപോലെ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്കായിട്ട് ഈ പ്രാവശ്യം ഓർണമെന്റ്സ് പുതിയതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്ത ഹെഡ്സെറ്റ്. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള നമ്മൾ മുടിയിൽ ക്രൗൺ ആയിട്ട് വെക്കുന്നതാണ്. അതേപോലെ നമ്മൾ മുടിക്കെട്ടിൻ്റെ മേലേക്കായിട്ട് ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണിത്. പിന്നെ വരുന്നത് നമ്മുടെ ചെറിയ നെക്ലസ് ആണ്. അതേപോലെ നമ്മുടെ ലോങ് ചെയിൻ ആണ്. അതിൽ നമ്മൾ നടരാജനൊക്കെ വരുന്നത് കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ നമ്മൾ എടുത്തതാണ്. അതേപോലെ ബെൽറ്റാണ്. ബെൽറ്റിലും ഈ പ്രാവശ്യം നടരാജൻ വരുന്നൊരു മോഡൽ കണ്ടപ്പോൾ അങ്ങനത്തെയാണ് എടുത്തത്. പിന്നെ ചെറിയ മൂക്കുത്തിയാണ്. അതേപോലെ ഇത് പിന്നെ കമ്മലാണ് അതിൻ്റെ സെറ്റ്. ഇത് കമ്മൽ അതിൻ്റെ കൂടെ വെക്കുന്ന സെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മുടെ കുട്ടികൾക്കായിട്ട് വാങ്ങിച്ച ഓർണമെന്റ്സ്. നമ്മുടെ കുട്ടികൾക്കായിട്ട് നമ്മൾ പിന്നെ അടുത്തത് വാങ്ങിച്ചത് നമ്മുടെ മുടിയിലോട്ടുള്ളതാണ്. നമ്മൾ വാർമുടി, അതേപോലെ റിങ് നമ്മളിപ്പോൾ അങ്ങനെ വെക്കാറില്ല, എന്നാലും നമ്മൾ അവർക്ക് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും വേണച്ച് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ. ഇതാണ് റിങ്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, എന്നാലും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സ്ലൈഡും സേഫ്റ്റി പിന്നൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് പിന്നെ നമ്മുടെ മുടിയുടെ ലാസ്റ്റിലോട്ടായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുന്നതാണ്. പിന്നെ അതേപോലെ നമുക്ക് ചിരടാണ് പിന്നെ ആവശ്യമുള്ളത്. പിന്നെ പൂവ് നമ്മൾ ഇത് 2 തരം പൂവാണ്. അത് ചെറിയതായിട്ടുള്ള അങ്ങനത്തെ പൂക്കളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വാർമുടിയാണ്. അതും അത്യാവശ്യം കട്ടിയുള്ള നല്ലൊരു മുടിയാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് ചെലങ്ക വാങ്ങിച്ചത് കാണാം. അപ്പോൾ 101 മണി വരുന്നതാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും വാങ്ങിച്ചു കൊടുക്കാറ്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ ചെലങ്ക വരുന്നത്. ഓൺലൈൻ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഇത് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട്
പൂജിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്കായിട്ട് എല്ലാ പ്രാവശ്യവും ഒരു നടരാജ വിഗ്രഹം കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ കുട്ടികൾക്കായിട്ട് മൊമെൻറ്റോ കൊടുക്കാറുണ്ട്, അതേപോലെ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ കൊടുക്കാറുണ്ട്. അതാണിത്. നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് നിത്യയ്ക്കാണ്. നിത്യ നമ്മുടെ അടുത്ത് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് നിത്യ ഉള്ളത്. അതേപോലെ അടുത്തത് നമ്മൾ നിരഞ്ജനയ്ക്കാണ്. നിരഞ്ജന തുടക്കത്തിൽ പഞ്ചാബിൽ നിന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം മോള് പത്തനംതിട്ടയാണ് ഉള്ളത്. അതേപോലെ അടുത്തത് നമ്മൾ രാജിക്കാണ്. രാജി നമ്മുടെ തൃശ്ശൂർ, നമ്മുടെ ഗുരുവായൂരിൻ്റെ അടുത്ത് തന്നെയാണ് രാജിയുടെ വീടുള്ളത്. അതുപോലെ അടുത്തത് നമ്മൾ കൊടുക്കുന്നത് വൈഗയ്ക്കാണ്. വൈഗയും ബാംഗ്ലൂരിൽ നിന്നാണ്. അടുത്തത് അതുല്യ. അതുല്യ ഇപ്പോൾ ഉള്ളത് ബീഹാറാണ്. നമ്മുടെ കോഴിക്കോടുള്ളൊരു കുട്ടി തന്നെയാണ് അതുല്യ. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് ആണ്, ഇതാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതെല്ലാമാണ് നമ്മൾ കുട്ടികൾക്ക് അരങ്ങേറ്റം കഴിയുമ്പോൾ കൊടുക്കാറുള്ളതാണ്. നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ തലേ ദിവസം ഇവിടെ ഗുരുവായൂരിൽ തന്നെ നമ്മൾ ഒരു റെൻറ്റിനൊരു സ്ഥലത്ത് നമ്മൾ റിഹേഴ്സൽ നടത്തുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ മാഷന്മാർ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ്. നമുക്ക് അവരെ നമ്മുടെ പാട്ട്, വയലിൻ, മൃദംഗം അവരെയൊക്കെ പരിചയപ്പെടാം. നമ്മുടെ ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ റിഹേഴ്സലായിരുന്നു ഇന്നിപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മാഷോടൊന്ന് ചോദിച്ചു നോക്കാം, എന്താ കുട്ടികൾ കളിക്കുന്നുണ്ടോ, എന്താ മാഷിന് കണ്ടിട്ട് തോന്നണമെന്നുള്ളത്. സുജിയുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓൺലൈൻ പഠിപ്പിച്ചിട്ട് ഈ തരത്തിൽ പെർഫെക്ഷൻ കിട്ടാറില്ലേ സാധാരണ. എന്തായാലും അതിനൊരു കൺഗ്രാജുലേഷൻസ് നന്നായിട്ട്. അവരുടെ എനിക്ക് അല്ല, നമ്മളൊരു മുഖസ്തുതി പറയല. പിന്നെ ഈ ഒരു ശിഷ്യരുടെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ നല്ലൊരു ഗുരുനാഥയുടെ അടുത്ത് എത്തുകയെന്നല്ല. അപ്പം അതിന് ഒരു ഭാഗ്യം അവർക്കുണ്ട്. അപ്പം എന്തായാലും നന്നായി വരച്ചില്ല. നമുക്ക് മൃദംഗം വായിക്കാൻ വരുന്ന മാഷാണ്. അപ്പം നമുക്ക് മാഷിന്ന് പരിചയപ്പെടാം. മാഷിനെ കുട്ടികൾ കളിച്ചിട്ടൊക്കെ എന്താ മാഷിന് അഭിപ്രായം എന്ന് നമുക്ക് മാഷോട് ചോദിക്കാം. നമസ്കാരം. ടീച്ചറുടെ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
ചിട്ടയായി റിഹേഴ്സൽ നടന്നു. കുട്ടികളൊക്കെ നന്നായി കളിക്കുന്നുണ്ടല്ലോ, നല്ല കുഴപ്പമൊന്നുമില്ല. താളവും നല്ല വൃത്തിയായിട്ട്. എല്ലാവരും പല സ്ഥലത്തുള്ളവരാണ്. അതെ അതെ, എന്നാലും നന്നായിട്ട് ചെയ്തു. നമ്മൾ വളരെ വൃത്തിയായിട്ടുണ്ട്. അരങ്ങേറ്റം വളരെ ഭംഗിയാവട്ടെ. സന്തോഷം. നമുക്ക് വയലിൻ വായിക്കാൻ വരുന്ന മാഷാണ്. അപ്പോൾ നമുക്ക് മാഷോട് അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കാം. കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്താന്നുള്ളതൊക്കെ. നല്ല മനോഹരമായി എല്ലാവരും കളിക്കുന്നുണ്ട്. അമ്മമാരും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചിരി പോരാ, കുറച്ചുകൂടി ചിരിയായി കുറച്ചുകൂടി ഭംഗിയായി. നന്നായി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പറയട്ടെ, എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്നതിൽ ഇപ്പം അരങ്ങേറ്റം ചെയ്യുന്നതിലത്തെ ചെറിയ മോളാണ്. അപ്പോൾ മോളുടെ പേര് പറഞ്ഞേ. നിരഞ്ജന അജിത്. നിരഞ്ജന. മോള് ഇപ്പം എവിടെയുള്ളത്? പത്തനംതിട്ട. മോള് കുറച്ചായി എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പഞ്ചാബിൽ അവിടെ നിന്നല്ലേ പഠിക്കാൻ തുടങ്ങി? പഞ്ചാബിൽ നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത്. കുറച്ച് വർഷങ്ങളായി മോള് പഠിക്കാൻ തുടങ്ങിയിട്ട്. ചെറിയ കുട്ടിയാകുമ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് അരങ്ങേറ്റത്തിനുള്ള ഒരു സമയമായിരിക്കുന്നത്. പിന്നെ മോളുടെ അച്ഛന് എൻ്റെ പേരെന്തായിരുന്നു? അജിത്. ആർമിയിലാണ് അല്ലേ? അമ്മയ്ക്ക് പിന്നെ വരാൻ പറ്റിയില്ല. എന്താ മോള് കളിക്കുന്ന കണ്ടിട്ട് എന്താ തോന്നുന്നത്? കളിക്കാൻ അല്ല, അത് നാളെ ഒന്നുകൂടി ഒന്നുകൂടിയും കളിക്കുന്നേക്കാളും നന്നായിട്ട് ചിലപ്പോൾ നാളെ ഒന്നുകൂടിയും കളിക്കും. ഇപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു കളിച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ അടുത്തായിട്ട് ഓൺലൈൻ ചെയ്യുന്ന കുട്ടീന്ന് പറയാം, രണ്ടാൾ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്തൊരു എന്താ പറയുക, അമ്മയും മോളും ഡാൻസ് രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യണത്. അപ്പോൾ ഇതാണ് അമ്മ, അതേപോലെ ഇതാണ് മോള്. ഒന്ന് പേര് പറഞ്ഞോളൂ കേട്ടോ. നിത്യ എൻ്റെ പേര്. വൈക. പിന്നെ അവരുടെ അമ്മ നിത്യയുടെ മൂത്ത മോളാണ്. മോളുടെ പേരെന്താ? വൈഷ്ണവി. അമ്മയുടെ എൻ്റെ സുമ. ഓക്കെ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് ഒരു അമ്മയും മോളും കളിക്കുന്നതിൻ്റെ, അവരൊരുമിച്ചും കളിക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ടും കളിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഒരു ഇതിൽ വന്നിട്ട് ആദ്യമായിട്ട് കളിക്കണേൽ. പിന്നെ പറയാന്ന് വെച്ചാൽ മോള് കുറച്ചായി, ചെറിയ കുട്ടിയാകുമ്പോട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. നിത്യ കുറച്ചല്ലായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു അരങ്ങേറ്റത്തിനായിട്ടും സ്റ്റെപ്പും എല്ലാം കൂടി ഏറിപ്പോൾ ഒരു 5 മാസം 6 മാസം അത്രയല്ലേ പഠിച്ചത്? അത്ര ആയിട്ടുള്ളൂ. ചെറുപ്പത്തിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് പഠിച്ചെടുക്കും. പിന്നെ മോളുടെ കൂടെ കളിച്ച് പഠിക്കും. അങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ കണ്ടിട്ട് തോന്നുന്നത് അമ്മയ്ക്ക്? കളിക്കുന്നുണ്ടോ രണ്ടാളും? നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. ഇഷ്ടമായോ? ടീച്ചർ പഠിപ്പിക്കുന്നത് അത്ര ഇതായിട്ട് നല്ല സ്നേഹത്തോടെ നല്ല ഇതായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മോക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. അതുണ്ട്. മോള് അമ്മയൊക്കെ കളിക്കുന്നുണ്ട്? അമ്മ അനിയത്തിയൊക്കെ കളിക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ഇവര് കളിച്ചേക്കാളും നന്നായിട്ട് നാളെ കാണണം. അവർക്കൊന്ന് പാട്ടും എല്ലാവർക്കും ഒന്നായിട്ട് ഇന്നിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. നാളെ ഇതിലും നന്നായിട്ട് കളിക്കാൻ നോക്കുക കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന നമ്മുടെ ഈ പ്രാവശ്യത്തെ അരങ്ങേറ്റം ചെയ്യുന്ന അതുല്യാണ്. അപ്പോൾ ഇതാണ് അതുല്യ. ഇപ്പോൾ എത്രയും കുറച്ചായില്ലേ ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ അല്ലേ? അതുല്യ എത്ര ഡാൻസ് കളിക്കുന്നത്? 4 കളിക്കുന്നുണ്ട്. ഒരെണ്ണം സിംഗിളായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷം കഴിഞ്ഞുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, കളിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ മാഷന്മാരാണെച്ചാൽ അതാണ് പറഞ്ഞത്. അതുല്യയുടെ ക്ലാസ് പറയുകയാണെന്ന് വെച്ചാൽ അതുല്യയുടെ കൂടെ ഞാൻ എപ്പോഴും കാണുന്ന ആള് ഇതാ മോളാണ്. മോളിപ്പോഴാണ് ക്ലാസ്സിലോട്ട് വന്നത്. ഞാൻ ആ വീഡിയോയില് അതില്ലേ കളിക്കണത് എന്തോ അതിന്റെ കൂടെ നിന്ന് കളിക്കണ കാണാ. ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരും, വന്ന എന്തെങ്കിലുമൊക്കെ കളിക്കണ കാണാന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പോഴാണ് വന്നത്. എന്റെ പേരെന്താ മോളുടെ? ഋത്വിക. ഹസ്ബൻഡാണ്. പേരെന്തായിരുന്നു? സുജിത്ത്. എന്താ വർക്ക്? സെൻട്രൽ പോലീസിലാണ്. ഇപ്പൊ ബീഹാറിലാണ് അല്ലേ? അതില്ലേ നമ്മുടെ ഇവിടെ കോഴിക്കോട് തന്നെയാണ് വീട്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ബീഹാറിലാണ് അല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് ക്ലാസ് ഒക്കെ ചെയ്യണത്. എൻ്റെ അടുത്തായിട്ട് ഓൺലൈൻ പഠിക്കുന്നത് നമ്മുടെ ഇവിടെ ഗുരുവായൂർ അടുത്ത് തന്നെ തൃശ്ശൂരുള്ള കുന്നംകുളത്തുള്ള കുട്ടിയാണ്, രാജി എന്നാണ്. അപ്പോൾ രാജി ഇപ്പോൾ എത്രയായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷത്തിൻ്റെ അടുത്താവാറായി അല്ലേ? അപ്പോൾ നമ്മൾ പറ്റണ പോലെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ 2 വർഷത്തോളമായി രാജി പഠിക്കുന്നു. ഇപ്പോൾ രാജിയുടെ കൂടെ ആരാ? കസിൻ. പേരെന്തായിരുന്നു? രേഷ്മ. എന്താ കണ്ടിട്ട് തോന്നുന്നു രാജി കളിക്കുന്നുണ്ടോ?
കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാലിലൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും പറ്റണ പോലെ ഇഞ്ചക്ഷൻ എന്നൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും പറ്റണ പോലെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം വേണം, എന്നാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാജിക്ക് എങ്ങനെ കളിക്കാൻ കുഴപ്പമില്ലല്ലോ, കാലം കൊണ്ട് പ്രശ്നമില്ലേ. ഇപ്പം നാളെ ഇപ്പോൾ കളിച്ചേക്കാളും നന്നായിട്ട് കളിക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഓഫ്ലൈൻ പഠിക്കുന്ന കുട്ടിയാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തട്ടടവ് സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക ചെയ്തിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളാണ്. പേര് പറയൂ. അനു പ്രതീഷ്. അനുവിൻ്റെ അരങ്ങേറ്റം ഈ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ കൂടെ നടത്തണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. പെട്ടെന്ന് നടത്തിയ ഒരു അരങ്ങേറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പെട്ടെന്ന് തീരുമാനം എടുത്തു. ആൾ 1-2 ഐറ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3ാമത്തെ ഐറ്റം കൂടി പഠിപ്പിച്ച് കൊടുത്ത് നമ്മൾ ചെയ്യണതാണ് ഇത്. അതേപോലെ വൈശ്രയ എൻ്റെ മാമയുടെ മോളാണ്. എങ്ങനെയുണ്ട് അനു, കളിക്കുന്നുണ്ടോ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? നന്നായി കളിക്കുന്നുണ്ട്. കാരണം അനുവിന് ഈ ഒരാഴ്ചയിലായിരുന്നു അരങ്ങേറ്റം ചെയ്തോളാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ 2 ഐറ്റം പഠിച്ചു. 3ാമത്തെ ഐറ്റം പിന്നെ 2 ദിവസം കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ചെയ്യണത്. കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെല്ലാ പ്രാവശ്യവും വാങ്ങിക്കാറില്ല, ഒരു കുഞ്ഞ് കൃഷ്ണനെ വാങ്ങിക്കാറുണ്ട്. നമുക്കൊരു കുഞ്ഞ് കൃഷ്ണനെ എന്തായാലും വാങ്ങിക്കാൻ പോകുന്നതെന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് കൃഷ്ണനെ ഇഷ്ടമായല്ലോ. നമ്മുടെ ഈ പ്രാവശ്യത്തെ മേക്കപ്പിൻ്റെ വന്നിരിക്കുന്ന ഏട്ടന്മാരെ ഒന്ന് നമുക്ക് അവരുടെ പേരുകളൊക്കെ ഒന്ന് ചോദിക്കാം. എൻ്റെ പേര് ശക്തിപാൽ. അപ്പോൾ നമുക്ക് അവരുടെ മേക്കപ്പ് ഒന്ന് കണ്ടു നോക്കാം.
ഞാൻ സിന്നി, ഇസ്രയേലാണ് ജോലി ചെയ്യുന്നത്. കലാമണ്ഡലം സുജിത ടീച്ചറുടെ ഓൺലൈൻ സ്റ്റുഡൻ്റാണ്. ഈ മാസം 14-ാം തീയതി ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ അരങ്ങേറ്റം കുറിക്കുന്ന വൈഗ, അതുല്യ, നിരഞ്ജന, അനു, നിത്യ, രാജി ഈ മക്കൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. വളരെ ഭംഗിയായിട്ട് അരങ്ങേറ്റം ചെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സുജിത ടീച്ചർക്കും കൈലാസ് നൃത്താലയത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ആദ്യമായി വേദിയിൽ എല്ലാവരും കൂടി കളിക്കുന്നത് ഗണപതി സ്തുതിയാണ്. ശ്രീഗണേശ ചരണം എന്ന് തുടങ്ങുന്ന ഒരു ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ശ്രീ ഗണേശ ശരണം, ശ്രീ ഗണേശ ശരണം, ഗജാനന ശ്രീ ഗണേശ ശരണം, ഗജാനന ദേവർ മുനിവർ പണിയോ ദയാ അടുത്തതായി ഒരു മോള് സിംഗിളാണ് കളിക്കുന്നത്, അതുല്യാണ്. അപ്പോൾ അതുല്യ കളിക്കുന്നതും ദേവി നീയേ തുണை എന്നുള്ള ഡാൻസാണ് സിംഗിളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ.
തോടയമാണ് അടുത്തതായി ചെയ്യുന്നത്. നിരഞ്ജനയും വൈഗയും കൂടിയിട്ടാണ് തോടയം ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അടുത്തതായി ഒരു സിംഗിളാണ് കളിക്കുന്നത്. അനു ആണ് കളിക്കുന്നത്. അപ്പോൾ അനു ഒരു കൃഷ്ണൻ്റെ പാട്ടാണ്, ഗോവർദ്ധനഗിരി എന്ന് തുടങ്ങുന്ന കൃഷ്ണൻ്റെ പാട്ടാണ്. അപ്പോൾ അത് കളിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം.
കുഴലൂതി മനമെല്ലാം ഇന്ന് തുടങ്ങുന്ന ഒരു ഡാൻസാണ് കുട്ടികൾ കളിക്കുന്നത്. കുട്ടികളല്ല, കുറച്ച് വലിയവരാണ്. അപ്പോൾ രണ്ടാളും അമ്മമാരാണ്. അതുല്യയും അതുപോലെ രാജിയും. അവർ രണ്ടാളും കൂടിയാണ് കുഴലൂതി മനമെല്ലാം കളിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. കുഴലൂതി മനമെല്ലാം കൊള്ളை കൊള്ളു കുറയേതും എനക്കേനടി സഖിയേ. കുഴലൂതി മനമെല്ലാം കൊള്ളை കൊള്ളു കുറയേതും എനക്കേനടി സഖിയേ. അടുത്തതായി വൈഗയും നിത്യയും, അതായത് അവർ അമ്മയും മോളുമാണ്. അവർ രണ്ടാളും ചേർന്ന് ദശാവതാരമാണ്, അതായത് പാൽക്കടൽ അലൈമേലെ എന്നുള്ള ആ ഒരു ഡാൻസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. പാൽക്കടൽ അലൈമേലെ പാപനയിൽ മേലെ പള്ളി കൊണ്ടായി രംഗനാഥ. പാൽക്കടൽ അലൈമേലെ പാപനയിൽ മേലെ പള്ളി കൊണ്ടായി രംഗനാഥ.
അടുത്തതായും ഒരു സിംഗിളാണ്. അംബ മഹാലക്ഷ്മി എന്ന് തുടങ്ങുന്നൊരു ദേവീസ്തുതിയാണ്. അപ്പോൾ അത് കളിക്കുന്നത് അനു ആണ്. അപ്പോൾ അനു കളിക്കുന്ന ഡാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അംബ മഹാലക്ഷ്മി അംബ മഹാലക്ഷ്മി അംബ മഹാലക്ഷ്മി അംബ இம்பகரோ போற்றி மகிழ்ந்திடும் அம்பகரோ 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 இம்பகரோ போற்றி மகிழ்ந்திடும். അടുത്തതായി നിരഞ്ജന, അതേപോലെ നിത്യ, വൈക, ഇവർ മൂന്നാളും കൂടിയിട്ട് ഒരു നമ്മുടെ ദുർഗേ എന്ന് തുടങ്ങുന്ന ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ എന്ന് തുടങ്ങുന്ന ഒരു ദേവീസ്തുതിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അടുത്തതായി വൈക എന്നുള്ള മോള് സിംഗിളായിട്ടാണ് കളിക്കുന്നത്. മോള് കളിക്കുന്നത് ദേവി നീയേ തുണേ എന്നുള്ളൊരു ഡാൻസാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. Lord
അവസാനമായി നമ്മുടെ കുട്ടികളെല്ലാവരും ചെയ്തൊരു ഡാൻസാണ്, ഒരു 4 ആൾ കൂടി ചെയ്തതാണ്, ചെത്തി മന്ദാരം തുളസി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ കളിച്ചിരിക്കുന്നത് രാജി, നിരഞ്ജന, നിത്യ, അതുല്യ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ചെത്തി മന്ദാരം തുളസി നമ്മുടെ മാഷന്മാരോട് നമ്മുടെ കുട്ടികൾ കളിച്ചത് അവർ കണ്ടതാണല്ലോ, അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ മാഷന്മാരോട് കുട്ടികൾ കളിച്ചതിനെ കുറിച്ചിട്ടൊന്ന് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച റിഹേഴ്സലിനേക്കാൾ കൂടുതൽ അവർ സ്റ്റേജിൽ വളരെ ബേജാറില്ലാണ്ട് കളിച്ചു. അല്ലേ? ഡ്രസ്സും ഇതൊക്കെ നന്നായിട്ടുണ്ടോ? ഡ്രസ്സും നന്നായി, ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ മേക്കപ്പും നന്നായിട്ടുണ്ട്, നല്ല മേക്കപ്പ്. പിന്നെ അതല്ല, ഒരു ബേജാറില്ലാണ്ട് എല്ലാവരും കളിച്ചു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമുക്ക് അടുത്ത പരിപാടിക്കാണല്ലേ. തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ
കൺകോണിൽ മിന്നും പൊന്നായി കാത്തോളാം ഒന്നും മിണ്ടാതെന്തേ നീതിൽ പൂമുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയൂ ഞാലിൽ കനവറിയാതേതോ കിനാവ് പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാകിളി നീ ഷഹാന പാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു ഉദുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. നമ്മുടെ ഈ അരങ്ങേറ്റം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക.